मेरे प्यारे बच्चों साहब ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं बच्चा आप ठीक है ना എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഗ്രാമർ ഭാഗത്ത് വരുന്ന ഒരു ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും ചാഹിയേ അല്ലേ ഇതെന്താണ് ഒരു ആവശ്യകതാ ബോധകാണ് എന്താണ് ചാഹിയെ എവിടെ നമ്മൾ ഉപയോഗിക്കുന്നു എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ ലളിതമായിട്ട് മാഷ് എന്ത് ചെയ്യാം ഈ വീഡിയോയിലൂടെ പറയാം മക്കൾ നോക്കിക്കോ ചാഹിയെ നോക്കൂ ഒരു ആവശ്യകതാ ബോധക സഹായക്രിയയാണ് അല്ലെ ഒരു ആവശ്യകതാ ബോധക അഥവാ സഹായക്രിയ നമുക്ക് മറ്റൊന്നിനോട് സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ചാഹിയെ എന്നുള്ള വാക്ക് അല്ലെ അപ്പൊ അതൊരു സഹായക്രിയയാണ് അതായത് എന്താണെന്നാ പറയുന്നത് നോക്കിക്കോ അവിടെ മുതൽ ശ്രദ്ധിച്ചെന്റെ മക്കൾ വേണം അല്ലെ വേണം നമ്മൾ പറയാറുണ്ട് വേണം എന്ന അർത്ഥം ലഭിക്കുവാൻ ചാഹിയെ പ്രയോഗിക്കുന്നു അല്ലെ നമുക്കൊരു സംഭവം വേണം ഒരു സാധനം വേണം ഒരു പേന വേണം അപ്പൊ എന്താണോ നമുക്ക് വേണ്ടത് ആ വേണം എന്നുള്ള അർത്ഥം പൂർണ്ണതയോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചാഹിയെ എന്നുള്ളത് ഓക്കെ ആണോ യെസ് അത് നിങ്ങളുടെ മൈൻഡിൽ വെക്കണേ എന്നിട്ട് നോക്കൂ ഒരു വാക്യത്തിൽ നമ്മുടെ ചാഹിയെ അല്ലെ ചാഹിയെ പ്രയോഗിക്കുമ്പോൾ ആ വാക്യത്തിലെ കർത്താവിനോട് കൂടി നിർബന്ധമായും എന്ത് ചേർക്കണം എന്നാ പറയുന്നത് നോക്കി വെച്ചോ കോ അല്ലെ കോ എന്നുള്ളത് എന്ത് ചെയ്യണം ചേർക്കണം സെറ്റാണോ റെഡിയാണോ അതായത് ഒരിക്കൽ കൂടി മാഷ് പറഞ്ഞു തരാം നോക്കിക്കോ എന്റെ മക്കൾ നോക്കിക്കോ ഒരു വാക്യത്തിൽ നമ്മൾ പറഞ്ഞ ചാഹിയെ പ്രയോഗിക്കുമ്പോൾ അല്ലെ എന്താണ് ആ വാക്യത്തിലെ കർത്താവിനോടുകൂടി നമ്മൾ എന്ത് നിർബന്ധമായി എന്ത് ചേർക്കണം കോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ചേർക്കണം എന്നുള്ളത് ഓക്കെ അത് രണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു ഇനി നമ്മൾ ഈ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ എന്റെ മക്കൾക്ക് മനസ്സിലാകും എന്താണ് പറഞ്ഞത് കർമ്മം അല്ലെ അസ്പഷ്ടമാണെങ്കിൽ ക്രിയ എപ്പോഴും പുല്ലിംഗം അഥവാ ഏകവചനത്തിൽ അവസാനിപ്പിക്കണം എന്ന നിയമം ഇവിടെയും ബാധകമാണ് എന്നുള്ളത് എന്റെ മക്കൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക ഇനി ഈ എക്സാമ്പിളിലേക്ക് എന്റെ മക്കൾ നോക്കിക്കോ ഈ എക്സാമ്പിൾ നോക്കൂ മാഷ് ഇവിടെ എഴുതിയിട്ടുള്ള ഈ എക്സാമ്പിൾ എന്റെ മക്കൾ നോക്കിക്കേ നോക്കൂ എന്താണ് തും ബാഹർ ജാന ചാഹിയേ തും ബാഹർ ജാന ചാഹിയേ കണ്ടോ യെസ് പക്ഷെ എന്ത് ചേർക്കണം എന്നാ നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത് ഇതിന്റെ മുന്നത്തെ സ്ലൈഡിൽ മാഷി പറഞ്ഞല്ലോ നിർബന്ധമായും കർത്താവിനോട് കൂടി നിർബന്ധമായും കോ ചേർക്കണം അപ്പൊ ഇത് പറഞ്ഞത് എന്താണ് തും ബാഹർ ജാന ചാഹിയെ കോ പറയാതെ നമ്മൾ പറഞ്ഞത് എന്താണ് ഗലത്താണ് റോങ് ആണ് അപ്പൊ എങ്ങനെ പറയണം കോ ചേർത്ത് പറയണം എങ്ങനെ പറയേണ്ടത് തും കോ ബാഹർ ജാന ചാഹിയേ ഇസ് സഹി ഹൈ തുംകോ ബാഹർ ജാന ചാഹിയേ ഇതാണ് ശരിയായിട്ടുള്ളത് അപ്പൊ തും ബാഹർ ജാന ചാഹിയെ നമ്മൾ എന്ത് ചെയ്യും അത് നോക്കാതെ പെട്ടെന്ന് പറയും പക്ഷെ അതെന്താണ് ഗലത്താണ് അഥവാ റോങ് ആണ് ശരിയായിട്ട് നമ്മൾ എങ്ങനെ പറയേണ്ടത് ഇവിടെ ഈ സ്ലൈഡിൽ പറയുന്നത് പോലെ ഒരു വാക്യത്തിൽ ചാഹിയെ പ്രയോഗിക്കുമ്പോൾ ആ വാക്യത്തിലെ കർത്താവിനോട് കൂടി ഇവിടെ കർത്താവ് തും നമ്മൾ ആരോടാണോ പുറത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നത് അവിടെ തും എന്ന് നമ്മൾ പ്രയോഗിച്ചു അപ്പൊ ആ ഒരു കർത്താവിനോട് കൂടി നമ്മൾ നിർബന്ധമായും കോ ചേർക്കണം എന്ന് പറഞ്ഞു ആ ഒരു മെത്തേഡ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് ശരിയായിട്ടുള്ള അതിലേക്ക് നമുക്ക് എത്താൻ കഴിയും അപ്പൊ തും ബാഹർ ജാന ചാഹിയെ തെറ്റാണ് ശരിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കർത്താവിനോട് കൂടി കോ ചേർക്കണം അപ്പൊ നമ്മൾ തും കോ എന്ന് പറയുന്നു എന്നിട്ട് ബാക്കി പറയുന്നു ബാഹർ ജാന ചാഹിയെ എന്ന് പറയുന്നതോടുകൂടി ശരിയായിട്ടുള്ള ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എത്തുന്നു അപ്പൊ ഇതെന്റെ മക്കൾ അടിസ്ഥാനമായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം അപ്പൊ ഇത് ചാഹിയെ എന്നുള്ളത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എന്റെ മക്കൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യണം ഇതുപോലുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വീഡിയോയുമായി മാഷ് വീണ്ടും വരും അപ്പൊ എല്ലാ മക്കളും നല്ല അടിപൊളിയായിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാ മക്കൾക്കും നന്ദി സബ്കാ ബഹുത് ബഹുത് ശുക്രിയ ബൈ